അസ്സലാമലൈക്കും മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഇന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഞാൻ 2 ദിവസം മുമ്പേ നമ്മളെ രേണുസുധീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുടുംബക്കോടതി സോഷ്യൽ മീഡിയയാണ്, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി സോഷ്യൽ മീഡിയയാണ്, അതേമാതിരി തന്നെ പോലീസ് സ്റ്റേഷനും സോഷ്യൽ മീഡിയയാണ്. ഇതെല്ലാം കുറേ ജനങ്ങൾ ഇതങ്ങോട്ട് കയ്യിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവരാണിപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം. പക്ഷെ നേരെ തിരിച്ചു നിൽക്കുന്ന ഈ ഇരകൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഞങ്ങളെ ജീവിതങ്ങളാണ് നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി മറ്റുള്ളവർ ഞങ്ങളെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുകയാണെന്ന്. അപ്പോൾ ഞാൻ രേണുവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴും രേണു ഭയങ്കര വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഋതപ്പൻ ആരുമില്ല എന്ന്. അതുപോലെ തന്നെയാണ് മറ്റുള്ള മക്കളും. കാരണം ചെറിയ കുട്ടികൾ 10 വയസ്സോ 9 വയസ്സോ 7 വയസ്സോ 8 വയസ്സോ ഇനി 13 വയസ്സോ ഉള്ള കുട്ടികളാണെങ്കിലും ആ മക്കൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചെറിയ ജോലികൾ പറയുന്നത് കൊണ്ടോ മാതാപിതാക്കളോട് ദേഷ്യം വെറുപ്പൊക്കെ വരാം. പക്ഷെ പിന്നീട് ആ മക്കൾ ഇത് പുറത്തു പോയി പറഞ്ഞ് അതിനെ വെച്ച് മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്വന്തം മാതാവിൻ്റെ സ്നേഹം ഒരു മാതാവിനും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ സ്നേഹം എനിക്ക് തരാൻ എൻ്റെ ഉമ്മാക്ക് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അത് എത്ര തന്നെ നമ്മൾ പറഞ്ഞാലും അത് സാധിക്കില്ല. ആ പെറ്റ അമ്മയുടെ ആ പൊക്കിൾക്കൊടി ബന്ധം അത് അവർക്ക് മാത്രം സാധിക്കുന്ന ഒരു ബന്ധമാണ്, അല്ലാത്തവർക്ക് അത് കൊടുക്കാൻ സാധിക്കില്ല. എത്ര നമ്മൾ സുരക്ഷിതത്വം കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും ആ ഒരു സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, വയറ് നിറച്ച് ആഹാരം കൊടുക്കാം, ഇരിക്കാൻ സ്ഥലം കൊടുക്കാം, കിടക്കാൻ സ്ഥലം കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷെ ആ ഒരു സ്നേഹം കൊടുക്കണമെങ്കിൽ അത് മാതാപിതാക്കൾ തന്നെ വേണം, അല്ലാതെ മറ്റൊരാൾക്കത് കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ചെറിയ കുട്ടികൾ ചിലപ്പോൾ അവരോട് പഠിക്കാൻ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പണികൾ എടുക്കാൻ പറഞ്ഞത് കൊണ്ടോ ഉമ്മാനോടോ വാപ്പാനോടോ മറ്റുള്ളവരോടോ ചിലപ്പോൾ വാശിയും വൈരാഗ്യവും കാരണം ഫോൺ കൊടുക്കൂല. ഇപ്പോൾ മക്കൾ ജനിച്ചു വീണ മക്കൾ 6-ാം മാസമുള്ള മക്കൾക്ക് തന്നെ ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ അവരെ കയ്യിൽ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ കൊടുക്കണം, എന്നാലേ ആ മക്കൾ ആഹാരം കഴിക്കുള്ളൂ. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഫോണൊന്നും പരിധി വിട്ട് കൊടുക്കാതിരിക്കുന്ന മാതാപിതാക്കളോട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 6 പഠിക്കുന്ന 5 പഠിക്കുന്ന 7 പഠിക്കുന്ന 10 പഠിക്കുന്ന മക്കൾ ആത്മഹത്യ ചെയ്യുക. എന്തിന്? മാതാപിതാക്കൾ ഫോൺ കൊടുക്കാത്തത് കൊണ്ട്, ഫോൺ എടുക്കുന്നതിന് വഴക്ക് പറയുന്നത് കൊണ്ട്, പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട്. നമ്മളിത് കുറേ കണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞാലും ഫോൺ കൊടുക്കാതിരുന്നാലും ഇതെല്ലാം ഇവരെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ മക്കളെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പോൾ കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്കത് ചിന്തിക്കാൻ കഴിവില്ലെങ്കിലും അവരൊരു 10, 18, 20 വയസ്സാകുന്ന സമയത്ത് ഒരു 18 വയസ്സ് അത്രയൊന്നും പോവണ്ട, എൻ്റെ ഉദ്ദേശത്തിൽ അത്രയൊന്നും പോവണ്ട, അത് കഴിയുമ്പോൾ തന്നെ അവർക്ക് പിന്നെ ഉമ്മ വഴക്ക് പറഞ്ഞത് അവർ മറന്നു പോകും. ആ ഒരു ആത്മബന്ധം, ആ ഒരു സ്നേഹം അവർക്ക് ഇല്ല, കിട്ടുന്നില്ല എന്ന് അവർക്ക് എപ്പോൾ ബോധ്യമാകാൻ തുടങ്ങുന്നോ ആ സമയം തൊട്ട് അവർ ഉമ്മ പറയുന്ന വഴക്ക് മറക്കും, ഉമ്മ പഠിക്കാൻ പറയുന്ന ചീത്ത കേൾക്കും, ഫോൺ എടുക്കണ്ടെന്ന് പറയുന്നത് അവർ മറക്കും. പിന്നെ അവരുടെ മനസ്സിലേക്ക് ഓടി വെത്തുന്നത് ഉമ്മ ലാളിക്കുന്നതും ഉമ്മ മുത്തം കൊടുക്കുന്നതും ഉമ്മ ചോറ് വാരി കൊടുക്കുന്നതും ഉമ്മ സ്നേഹിക്കുന്നതും മാത്രമായിരിക്കും. അതുവരെ അവരെ മനസ്സിലുണ്ടെന്ന ആ വൈരാഗ്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് നീങ്ങിപ്പോവും. കാരണം ഇതൊക്കെ കാലങ്ങൾക്ക് സാധിക്കുന്ന, അള്ളാഹുവിന് ഇതൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബം ഒന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും എന്തെല്ലാം പോരാട്ടങ്ങൾ വേണമെങ്കിലും നമുക്ക് നടത്താം. ഒരു കുടുംബത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടത്താം നല്ല രൂപത്തിൽ. പക്ഷെ ഒരു കുടുംബത്തിനെ പിരിക്കാൻ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണത്. അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെയും മക്കളെയൊക്കെ അകറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ശാപം പിടിച്ച പണിയാണത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ പിന്നീടുള്ള ജീവിത കാലഘട്ടങ്ങൾ നമ്മൾ കണ്ണിൽ കണ്ടിട്ടുണ്ട്, അവരത് പറഞ്ഞിട്ടുമുണ്ട്.
മറ്റുള്ളവരത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ കുടുംബം കണ്ടോ, അവരെ കുടുംബത്തിനെ അന്ന് ഇവരിത് ചെയ്തില്ലേ, ഇന്ന് അവരെ കുടുംബത്തിലേക്ക് തന്നെ അങ്ങനത്തെ ഒരു അവസരം വന്നു കയറിയില്ലേ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നമുക്ക് എല്ലാ കുടുംബത്തിൻ്റെ, ഏത് കുടുംബത്തിൻ്റെ ആണെങ്കിലും ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുക എന്നല്ലാതെ അതിനെ വലുതാക്കാൻ നോക്കുന്നത് അള്ളാഹുവിൻ്റെ ഒക്കൽ നിന്നും ഏറ്റവും വലിയ ശാപം കിട്ടുന്ന പരിപാടിയാണ്. ഒരു കുടുംബത്തിനെ പിരിക്കുക, കുടുംബബന്ധം മുറിക്കുക എന്നത് അത്രയ്ക്കും ശാപമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്കറിയാൻ പറ്റണില്ല. കാരണം അതൊക്കെ ഓരോരുത്തരെ മാനസികാവസ്ഥ വെച്ചിട്ട് അവരവർ ചിന്തിക്കുന്ന അനുസരിച്ചാണല്ലോ. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും തെറ്റോ മോശമായ വാക്കോ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസായി വീണ്ടും വരും ഞാൻ. പോകുമൊന്നുമില്ല. ശരി, എന്നാൽ പോട്ടെ.